രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വൈകുന്നതിൽ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ നടപടിയെടുക്കുമെന്നും സൂചനയുണ്ട്. സുനിൽ ഐസക് ചേരുന്നുണ്ട്. സുനിൽ, ഈ അതൃപ്തി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കോടതി വിധി പോലും നോക്കേണ്ട കാര്യമില്ല എന്നൊരു വിഭാഗം മുതിർന്ന നേതാക്കൾ നിലപാടെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എത്രത്തോളം സമ്മർദ്ദത്തിലാണ് പാർട്ടി ഇപ്പോൾ ഉള്ളത്? എന്ത് തീരുമാനത്തിലേക്കായിരിക്കും? കോടതി വിധി എന്തായാലും എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ നീക്കം? സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം KPCC പ്രസിഡന്റിനും ഒരു അതിജീവിതയായ 23-കാരി പരാതി അയച്ചതിന് പിന്നാലെ തന്നെ വിഷയത്തിൽ കടുത്ത നടപടി വേണമെന്ന ആവശ്യം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പരാതി പരിശോധിച്ചതിന് തൊട്ടു പിന്നാലെ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തുവെന്ന് ഉടൻ അറിയിക്കാൻ കേരളത്തിലെ നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകളെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ വിഷയത്തിൽ മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ KPCC പ്രസിഡന്റ് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളോട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ടാണ് പരാതി DGPക്ക് കൈമാറാൻ തീരുമാനിക്കുകയും തൊട്ടു പിന്നാലെ തന്നെ രാഹുലിനെ പൂർണ്ണമായും കൈയൊഴിയാൻ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് നേതൃതലത്തിൽ അതൊരു ധാരണയാവുകയും പുറത്തേക്ക് എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഇന്നലെ KPCC പ്രസിഡന്റ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിനിടയിൽ ചില മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ പുറത്താക്കൽ നടപടി വൈകുന്നതിന്റെ പിന്നിലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു മുൻകൂർ ജാമ്യ ഹർജി, ആ ജാമ്യ ഹർജിയിൽ ഇന്നലെ വിധി വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ആ വിധി വരട്ടെ, അതിനുശേഷം മതി കടുത്ത നടപടി, കടുത്ത തീരുമാനങ്ങൾ എന്ന് ഒരു വിഭാഗം നേതാക്കൾ വാശി പിടിച്ചു. മാത്രമല്ല നേരത്തെ ഈ കേസിൽ ഈ ആരോപണം ഉയർന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നുമൊക്കെ ഒഴിവാക്കിയതിനെതിരെ VD സതീശൻ അടക്കമുള്ള ചില നേതാക്കൾ